Hello dear students, welcome back to today's discussion of Newspap. I hope you are doing good, you are happy and you are enjoying this particular initiative. ന്യൂസ്പേപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ആഴ്ചയായി നമ്മൾ ന്യൂസ്പേപ്പ് തുടങ്ങിയിട്ട് കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നിങ്ങൾ കണ്ടിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുൻപ് എന്നും ഞാൻ പറയാറുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ചാനലിലെ കണ്ടൻറ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഷെയർ ചെയ്യണം. നിങ്ങൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഈ പറയുന്ന ഡിസ്കഷൻ്റെ മെറ്റീരിയൽ PDF മെറ്റീരിയൽ നിങ്ങൾക്ക് ഒരു ടെലിഗ്രാം ചാനലിൽ നിന്നാണ് ലഭിക്കുക. മൈ ക്ലാസ്സസ് ബൈ മുഹമ്മദ് അസ്ഹർ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ലഭിക്കും. ആ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഫസ്റ്റ് കമൻറ്റിലോ പിൻ ചെയ്യും. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാനുള്ള ചില ലിമിറ്റേഷൻസ് ഇനീഷ്യലി ഒരു ചാനലിലുണ്ടായിരിക്കും. സോ അത് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇന്ന് റെഡിയാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കാണും, അല്ലെങ്കിൽ അത് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. മൂന്നാമത്തെ കാര്യം, ഓരോ വീഡിയോയിലും ഞാൻ ടൈം സ്റ്റാമ്പ് കൊടുക്കുന്നുണ്ട്. ആ ടൈം സ്റ്റാമ്പ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാനും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വായിക്കാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ, അത് സ്കൂളിലെ പരീക്ഷകൾക്കോ കോളേജിലെ പരീക്ഷകൾക്കോ പ്രസംഗ മത്സരങ്ങൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് അത് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി പറയുന്നു, ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. And do comment in the comment box that whether you are happy or not. So let's spread happiness in the comment box. So here we go. The first article, not neutral, India on side of peace says Modi in Ukraine. നമ്മൾ ഇന്നലെ വരെ പറഞ്ഞിരുന്നത് ഇന്ത്യ എടുക്കുന്നത് ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എന്നാണ്. പക്ഷേ ഇവിടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എന്നൊന്നും പറയണ്ട, ഞങ്ങൾ എടുക്കുന്നത് സമാധാനത്തിൻ്റെ വഴിയാണ്. ഇവിടെ ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുക എന്നതിനേക്കാൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിരിക്കുന്നത് സമാധാനത്തിൻ്റെ പാത പിന്തുടരുക, സമാധാനത്തിൻ്റെ സ്റ്റാൻഡ് എടുക്കുക എന്നാണ്. എന്താണോ സമാധാനത്തിന് ആവശ്യമായിട്ടുള്ളത്, എന്താണോ പീസിന് ആവശ്യമായിട്ടുള്ളത്, ആ സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളതാണ്. മീഡിയേറ്റ് സ്ഥാനം എടുക്കുക, അല്ലെങ്കിൽ ഒരു മിഡിൽ സ്റ്റാൻഡ് എടുക്കുക, ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുക എന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്നാണ് പ്രൈം മിനിസ്റ്റർ പറയുന്നത്. പിന്നെ ഉക്രൈനായിട്ട് ഉള്ള ബന്ധപ്പെട്ട ഈ ഒരു ഡിസ്കഷനിൽ, ഈ ഒരു മീറ്റിങ്ങിൽ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ള ഔട്ട്പുട്ടുകളെന്ന് പറയുന്നത്, ഒന്ന് പീസിന് വേണ്ടിയിട്ടുള്ള, 2 രാജ്യങ്ങളും തമ്മിലുള്ള പീസിന് വേണ്ടിയിട്ട് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പീസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ്. കൂടാതെ പ്രധാനപ്പെട്ട 4 എഗ്രിമെൻറ്റുകൾ, ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, അഗ്രികൾച്ചർ, കൾച്ചറൽ കോർപ്പറേഷൻ, ഡ്രഗ് റെഗുലേഷൻ, ഈ മേഖലയിൽ എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ വിസിറ്റിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഉക്രൈന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1991 ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈൻ സന്ദർശിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് റഷ്യയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. അതിന് പ്രധാനമായിട്ടും US പോലെയുള്ള രാജ്യങ്ങൾ വിമർശിച്ചിരുന്നു. അപ്പോൾ ഇതൊരു ബാലൻസിങ് വിസിറ്റാണ് എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ പിന്നെയും പറയുന്നു, ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ നിൽക്കുന്നത് ഒരു മിഡിൽ സ്റ്റാൻഡിലല്ല, പക്ഷേ ഇന്ത്യ നിൽക്കുന്നത് പീസിൻ്റെ കൂടെയാണ് എന്നാണ് പറയുന്നത്. പിന്നീട് ചില അഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഉക്രൈനുമായിട്ട്. ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് അസിസ്റ്റൻസ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഫുഡ് ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ട്, കൾച്ചറൽ ടൈസ്, അതേപോലെ ഡ്രഗ് റെഗുലേഷൻ, ഈ 4 മേഖലയിലും നമ്മൾ എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, അഗ്രികൾച്ചറൽ കോർപ്പറേഷൻ, കൾച്ചറൽ കോർപ്പറേഷൻ, ഡ്രഗ് റെഗുലേഷൻ. ഇനി എന്താണ് ഇന്ത്യയുടെ ഒരു റോള്, ഈ ഒരു പീസ് മേക്കിംഗ് പ്രോസസ്സിൽ ഇന്ത്യയുടെ റോള്? ഇന്ത്യ ഒരേപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളും മറ്റ് പല സംവിധാനങ്ങളും പരാജയപ്പെട്ടുകൊടുത്താണ് ഇന്ത്യ ഈ 2 രാജ്യങ്ങളുമായിട്ട് ഒരേപോലെ ബന്ധം സ്ഥാപിക്കുന്നത്. ഈ ആർട്ടിക്കിളിൻ്റെ പ്രധാനമായിട്ട് ഈ ആർട്ടിക്കിൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം, അല്ലെങ്കിൽ ആർട്ടിക്കിൾ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ എടുക്കുന്ന ഒരു സ്റ്റാൻഡാണ്. പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്, ഞങ്ങൾ എടുക്കുന്നത് ഒരു മിഡിൽ ഡിപ്ലോമസി അല്ല, ഞങ്ങൾ എടുക്കുന്നത് പീസിൻ്റെ വഴിയാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇനി സെലൻസ്കിയുടെ ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട കുറച്ച് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, കുറച്ച് ക്രിട്ടിക്കുകൾ ഇന്ത്യയെക്കുറിച്ച് വരുന്നുണ്ട്. ഉക്രൈൻ്റെ പ്രതിനിധി, അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ട് പറയുന്നത്, ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് നിർത്തണം. കാരണം ഇന്ത്യ എത്രത്തോളം റഷ്യയിൽ നിന്ന് ഓയിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുവോ അത്രത്തോളം റഷ്യക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുകയും ഈ ഇൻകം റഷ്യ വാറിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കണമെങ്കിൽ, ഉക്രൈൻ ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇന്ത്യ ഈ പർച്ചേസ് ചെയ്യുന്നത് കുറക്കണം എന്നാണ് സെലൻസ്കി ആവശ്യപ്പെട്ടിരിക്കുന്നത്.
ടെക്നിക്കൽ ടേംസുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ടെക്നിക്കൽ ടേംസിൻ്റെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് സബ്ജക്റ്റ് വൊക്കാബുലറി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത ആർട്ടിക്കിൾ, ഇഫ് ഇന്ത്യ ചേഞ്ചസ് സ്റ്റാൻഡ്സ് പുടിൻ വിൽ എൻഡ് വാർ സേസ് സെലൻസ്കി. ഇവിടെയും സെലൻസ്കി പറയുന്നത് ഇന്ത്യ ഈ ഓയിൽ പർച്ചേസ് നടത്തുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന പൈസ പ്രധാനമായിട്ടും റഷ്യ ഉപയോഗിക്കുന്നത് ഈ വാർ ഇക്കോണമിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വാർ ഇക്കോണമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രധാന ഘടകം ഇന്ത്യയുടെ വരുമാനമായതുകൊണ്ട് തന്നെ ഈ പർച്ചേസിങ്ങിൽ ഇന്ത്യ ഒരു കൺട്രോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് റഷ്യയുടെ വാർ ഇക്കോണമിയെ ബാധിക്കുകയും അതുകൊണ്ട് തന്നെ വാറിൽ ചെറിയ കുറവ് വരുത്തുകയും യുക്രൈനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫെറ്റാലിറ്റീസ് നഷ്ടങ്ങൾ കുറഞ്ഞു വരികയും എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു വാദമെന്ന് പറയുന്നത് ഒരുപാട് ഗ്ലോബൽ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു സമയത്ത് നമുക്ക് ഒരു രാജ്യത്തിനോട് സാങ്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് നീഡുകളെ, നമ്മുടെ അഫോർഡബിൾ എനർജി നീഡുകളെ അത് കാര്യമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ രാജ്യം പറയുന്നത്. സോ ഹിയർ വി ആർ സെയിങ് ആസ് എ മേജർ ഓയിൽ കൺസ്യൂമർ ആൻഡ് ഇമ്പോർട്ടർ വി നീഡ് ആക്സസ് ടു അഫോർഡബിൾ എനർജി. മാത്രമല്ല ഇന്ത്യാസ് ഓയിൽ പർച്ചേസ് എന്ന് പറയുന്നത് റീസണബിൾ ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള എനർജി പ്രൈസസ് ഒരു ടൈറ്റ് ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ചിട്ട് ഇന്ത്യ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. അതുകൊണ്ട് ബ്രിട്ടീഷിൻ്റെ ആ ആവശ്യത്തിനോട് ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ദെൻ റഷ്യക്കെതിരെ ഇന്ത്യ സംസാരിക്കണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് റഷ്യയെ സഹായിക്കുന്ന ഈ വാർ ഇക്കോണമി, അത് പ്രത്യേകം വേണം, ഞാനിവിടെ ടെക്നിക്കൽ ടേംസിൽ കൊടുത്തിട്ടുണ്ട്. ഉക്രൈൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഓയിൽ പർച്ചേസ് കുറക്കണം. റഷ്യക്ക് ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ അത് വാർ ഇക്കോണമി എന്ന് പറയുന്ന റഷ്യയുടെ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് എല്ലാം വാങ്ങിയിട്ട്, കാരണം വാർ ഇക്കോണമി എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പൈസ കൊണ്ട് റഷ്യ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് വാങ്ങുകയാണ്, ഉക്രൈനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇന്ത്യ കുറക്കണമെന്നാണ് പറയുന്നത്. കൂട്ടുകാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഹാപ്പി എന്ന് പറയുക. ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഹിയർ വി ഗോ ടു ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ. എല്ലാ ഇൻസൾട്ടുകളും നിങ്ങൾക്ക് SC/ST ലോയുടെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു പ്രധാനമായ ഒരു ജഡ്ജ്മെൻറ്റ്, ഒരു ഒബ്സർവേഷൻ സുപ്രീം കോടതി നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം SC/ST എന്ന് പറയുന്ന വിഭാഗങ്ങൾക്കെതിരെ നടത്തുന്ന ഇൻസൾട്ടുകളെല്ലാം വളരെയധികം സീരിയസ് ആയിട്ടാണ് നമ്മുടെ ഭരണഘടന, നമ്മുടെ കോടതികൾ, നമ്മുടെ ഗവൺമെൻറ്റുകളെല്ലാം എടുക്കുന്നത്. വ്യത്യസ്തങ്ങളായ നിയമങ്ങളും അതിനുവേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ സുപ്രീം കോടതി പറയുന്നത് എല്ലാത്തരം ഇൻസൾട്ടുകളും ഇത്തരത്തിൽ ഒരു കുറ്റമാക്കി എടുക്കാനും അത് പറയുന്നവരെ ശിക്ഷിക്കാനും സാധിക്കില്ല എന്നാണ് ഈ ആർട്ടിക്കിളിൽ പ്രധാനമായിട്ട് പറയുന്നത്. സിലബസിൽ നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2-ൽ വെൽഫെയർ സ്കീംസ് ഫോർ വൾണറബിൾ സെക്ഷൻസ് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് നമുക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ ഒരു ആക്ടിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഓഫ് 1989. ഈ ആക്ട് പ്രകാരം ഏതെങ്കിലും വിമർശനങ്ങൾ എന്ന് പറയുന്നതിന് നമുക്കിതിലേക്ക് ഇതിൻ്റെ കീഴെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പറ്റില്ല. ഇത് കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ ആൻറ്റിസിപ്പേറ്ററി ബെയിലുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോഴാണ് സുപ്രീം കോടതി ഒബ്സർവേഷൻ നടത്തിയിട്ടുള്ളത്. ഈ ഒരു ആർട്ടിക്കിൾ വന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ പഠിക്കാനുള്ളതും ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഓഫ് 1989 കുറിച്ചാണ്. എന്താണ് ഈ ആക്ടിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്? പർപ്പസ് എന്ന് പറയുന്നത് SC/ST പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെ അട്രോസിറ്റീസിൽ നിന്നും തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. ഇനി ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ സ്റ്റേറ്റ്മെൻറ്റ് തന്നേക്കാം. ഈ SC/STയിലുള്ള വിഭാഗക്കാർ തന്നെ അവർക്ക് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈ ആക്ടിൻ്റെ കീഴിൽ വരുന്നില്ല. ഇനി സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇത്തരത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്. ഇതിനു വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കാൻ ബാധ്യസ്ഥരായിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഇതിൻ്റെ പണിഷ്മെൻറ്റ്, ഈ ആക്ട് പ്രകാരമുള്ള പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 6 മാസം ഇംപ്രിസൺമെൻറ്റും അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് ലൈഫ് ഇംപ്രിസൺമെൻറ്റിലേക്കും ഡെത്ത് പെനാൽറ്റിയിലേക്കും വരെ പോകാം. ഇനി ഇതിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും ഇത് എൻഫോഴ്സ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ശ്രദ്ധിക്കണം, സ്റ്റേറ്റ് ഗവൺമെൻറ്റും അവിടുത്തെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി അഡ്മിനിസ്ട്രേറ്റേഴ്സുമാണ്. 37ഓളം വ്യത്യസ്തങ്ങളായ കുറ്റങ്ങളാണ് ഈ ആക്ടിൻ്റെ കീഴിൽ വരുന്നത്. ഇനി ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് DYSP അല്ലെങ്കിൽ DSP റാങ്കിലുള്ള ഒരാളായിരിക്കും. ഇതൊരു കോഗ്നിസിബിൾ ഒഫൻസ് ആണ്.
അറസ്റ്റ് വാറണ്ട് ഇല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ വ്യക്തിയെ നമുക്ക് അറസ്റ്റ് ചെയ്യാം. 30 ദിവസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷനാണ്. ഒരു സ്പെഷ്യൽ കോർട്ട് ഉണ്ടാക്കുക, ട്രയൽ പ്രോസസ്സ് ഡേ ടു ഡേ ബേസിസിൽ നടക്കുക, ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുക, ഇങ്ങനെ തുടങ്ങി SC/ST വിഭാഗത്തിന് ഇത്തരത്തിൽ നിന്ന് അട്രോസിറ്റീസിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഇതിന് വിക്ടിമായവർക്ക് കൃത്യമായിട്ടുള്ള സുരക്ഷയൊരുക്കുക എന്നുള്ളത് ജില്ലാ മജിസ്ട്രേറ്റും ഡിവിഷണൽ മജിസ്ട്രേറ്റും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെയൊക്കെ ഉത്തരവാദിത്തമാണ്, അവരുടെ കടമയാണ് എന്നുള്ളതും കൂടി ഈ ആക്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഈ SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള എന്തൊക്കെയാണ് ആക്ച്വലി പറയുന്നത്. ഈ ഡിസ്കഷൻ ആധാരമായത് ഒരു വാർത്തയാണ്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു എല്ലാ വിമർശനങ്ങളും ഇതിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കുറ്റവാളിയാക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബർ ഒരു MLA-ക്കെതിരെ നടത്തിയ ഒരു പരാമർശമാണ്. അദ്ദേഹം SC/ST കാറ്റഗറിയിൽ നിന്നായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ SC/ST അട്രോസിറ്റീസ് ആക്ടിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അടുത്തൊരു ആർട്ടിക്കിള്, കാവേരി ബോഡി സീക്സ് സെൻറ്റേഴ്സ് നോട്ട് ടു കണ്ടക്ട് എൻവയൺമെൻറ്റ് അസസ്മെൻറ്റ്. എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ UPSCയുടെ സിലബസിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒന്നാണ്, എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ കർണാടക കാവേരി നീരാവരി നിഗം ലിമിറ്റഡ് അവരുടെ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരൊരു എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്? ആ വാക്കിൽ പറയുന്നത് പോലെ തന്നെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളെ അസസ് ചെയ്യുന്ന ഒന്നാണ്. ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയെല്ലാം എൻവയൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് നോക്കുന്ന ഒരു അസസ്മെൻ്റാണിത്. എന്നിട്ട് അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും മിനിമൽ ഇമ്പാക്റ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ഇമ്പാക്റ്റ് അസസ്മെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് 1960, 1970s ഇവോൾവ് ചെയ്യുന്നത്. ഡാം, ഹൈവേ, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ് ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പ്രകൃതിയെ എത്രമാത്രം അത് ബാധിക്കുന്നുണ്ട് എന്ന് നോക്കണം എന്നുള്ള ഒരു ആശയമാണത്. ഇതിൽ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇന്ത്യയിൽ വരുന്ന വർഷം 1994 ജനുവരി 27 പല അന്താരാഷ്ട്ര സംവിധാനങ്ങളും ഈ ഒരു എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആദ്യമായി ഗ്ലോബലി ഈ ഒരു എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഹ്യൂമൻ എൻവയൺമെൻറ്റ് ഇൻ സ്റ്റോക്ക്ഹാം 1972 പിന്നീട് UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് UNFCCC, അതുപോലെ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഇവിടെയും ഈ പറഞ്ഞ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് പ്രതിപാദിച്ചിരിക്കുന്നു. ഇനി ഈ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് വരുന്ന ആക്ട് എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986 കീഴിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടി എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തുന്നു? ഇനി ഇതിൽ പ്രധാനമായിട്ടുള്ള സ്റ്റെപ്പുകൾ, ആദ്യം സ്ക്രീനിങ് ചെയ്യണം. 2, അതിൻ്റെ സ്കോപ്പ് കാണണം, എന്തൊക്കെയാണ് ഇതിലുള്ള പൊട്ടൻഷ്യൽ ഇമ്പാക്റ്റുകൾ. പിന്നീട് ഡാറ്റ കളക്ട് ചെയ്യണം. പിന്നീട് നമ്മൾ എന്തൊക്കെ സംഭവിച്ചേക്കാം പ്രെഡിക്ഷൻസ് ചെയ്യണം. മിറ്റിഗേഷൻ മെഷേഴ്സ് ചെയ്യണം, എങ്ങനെയൊക്കെ നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സിനെ എലിമിനേറ്റ് ചെയ്യാം. ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് എന്തൊക്കെ അവിടെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ പബ്ലിക് കൺസൾട്ടേഷൻ ചെയ്യുക, പിന്നീട് റിവ്യൂ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുക. ഇനി നമ്മൾ ഈ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏതെല്ലാം ഇമ്പാക്റ്റുകളെയാണ് നമ്മൾ നോക്കുന്നത്? ഫിസിക്കലായിട്ട് എങ്ങനെയാണ് അത് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, ബയോളജിക്കലായിട്ട് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, സോഷ്യലി എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, എയർ ക്വാളിറ്റി എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, വാട്ടർ റിസോഴ്സസ് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, സോയിൽ ക്വാളിറ്റി എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, ബയോഡൈവേഴ്സിറ്റി എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, കോസ്റ്റ് എഫിഷ്യൻസി, പബ്ലിക് ട്രസ്റ്റ്. അപ്പോൾ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൻ്റെ ചരിത്രവും എന്താണ്, അതിലൂടെ ഏതെല്ലാം ഇമ്പാക്റ്റുകളാണ് നമ്മൾ അസസ് ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ, ഹാപ്പി ആണെങ്കിൽ അഗെയിൻ ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. സോ അടുത്ത ആർട്ടിക്കിൾ, ഒഡീഷ CM ലോഞ്ചസ് മച്ച് എവൈറ്റഡ് എയ്ഡ് സ്കീം ഫോർ വിമൻ. ഇത് ഞാൻ ഒരു PSC പെർസ്പെക്റ്റീവിലൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ സ്കീമിൻ്റെ പേരാണ് നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്.
എന്താണ് അല്ലെങ്കിൽ ഏത് സ്കീമാണ് അറിഞ്ഞിരിക്കുക, ആ സ്കീം ഏത് സംസ്ഥാനമാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഇപ്പോൾ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് SSCയിലും RRBയിലും ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഈ സ്കീമിൻ്റെ പേരെന്ന് പറയുന്നത് സുഭാദ്ര സ്കീം എന്നാണ് പറയുന്നത്. ഈ സുഭാദ്ര സ്കീമിലൂടെ 50,000 രൂപ 5 വർഷത്തേക്ക് 1 കോടിയോളം വരുന്ന 21നും 60 വയസ്സിനും ഇടയിലുള്ള പാവപ്പെട്ട വനിതകൾക്ക് നൽകുന്ന ഒരു സ്കീമാണ്. ഇവിടെ ഈ സുഭാദ്ര സ്കീം അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അത് ഏത് സംസ്ഥാനമാണ് ലോഞ്ച് ചെയ്തത്, ഇത്രയും കാര്യമാണ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ക്ലിയർ ആണോ? ഇത്രയുമാണ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത് സുഭാദ്ര സ്കീം. അടുത്ത ഒരു ആർട്ടിക്കിൾ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം, ചിൽഡ്രൻ എന്ന് പറയുന്നത് ഒരു വൾണറബിൾ സെക്ഷനാണ്. പലപ്പോഴും കുട്ടികൾ പീഡനങ്ങൾക്കും, അത് അവരുടെ വീടുകളിൽ നിന്നാണെങ്കിൽ പോലും സ്കൂളുകളിൽ നിന്നാണെങ്കിൽ പോലും അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ തടയിടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു പോക്സോ ആക്ട് എന്ന് പറയുന്ന ആക്ട്. ഈ പോക്സോ ആക്റ്റും അതിനെ കൂടെ ഒരു സ്കൂളുകൾക്കും നമ്മുടെ ഗവൺമെൻറ് കൃത്യമായിട്ട് ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി ഗൈഡ് ലൈൻസ് എത്രയും പെട്ടെന്ന് നിർമ്മിക്കുക. കാരണം ഈ സേഫ്റ്റി ഗൈഡ് ലൈൻസ് 2021 ഗൈഡ് ലൈൻസ് ഓൺ സ്കൂൾ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിനെ പോക്സോയുമായിട്ട് ബന്ധപ്പെടുത്തി 0 ടോളറൻസ് പോളിസി, കുട്ടികൾക്ക് സ്കൂളുകളിൽ നിന്ന് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അട്രോസിറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യണം. യാതൊരു കാരണവശാലും അത് ടോളറേറ്റ് ചെയ്യരുതെന്ന് സ്കൂളുകൾക്ക് ഗൈഡൻസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഈ പോക്സോ ആക്ട് കൊണ്ടുവന്നത്? കുട്ടികളെ സെക്ഷൽ ഹരാസ്മെൻറ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഗൈഡ് ലൈൻസിൻ്റെ പ്രധാനപ്പെട്ട കീ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് അക്കൗണ്ടബിലിറ്റി മെഷേഴ്സാണ്. സ്കൂൾ മാനേജ്മെൻറ്റിനെ, സ്കൂളിലെ ടീച്ചേഴ്സിനെ, സ്കൂളിലെ പ്രിൻസിപ്പൽസിനെ എല്ലാം ഇത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ അവരെല്ലാം അതിന് ഉത്തരവാദികളാണ്. ഇനി ഈ ഗൈഡ് ലൈൻസ് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഈ ഗൈഡ് ലൈൻസ് ഏതൊക്കെ സ്കൂളുകൾക്ക് അപ്ലിക്കബിളാണ്? എല്ലാ സ്കൂളുകൾക്കും അപ്ലിക്കബിളാണ്. അത് ഗവൺമെൻറ് ആവട്ടെ, ഗവൺമെൻറ് എയ്ഡഡ് ആവട്ടെ, പ്രൈവറ്റ് സ്കൂൾസ് ആവട്ടെ, അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റ് ടീച്ചേഴ്സ് ആവട്ടെ, എല്ലാവർക്കും അപ്ലിക്കബിളാണ്. ഇനി ഈ ഗൈഡ് ലൈൻസിലൂടെ പ്രധാനമായിട്ട് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? പ്രിവെൻറ്റീവ് എഡ്യൂക്കേഷൻ ചെയ്യണം, കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അക്കൗണ്ടബിലിറ്റി ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതെ, പ്രിൻസിപ്പൾ, ടീച്ചേഴ്സ്, മാനേജ്മെൻറ്റ് ഉത്തരവാദികളാണ്. കൃത്യമായിട്ട് എങ്ങനെ ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യണം, ആ കുട്ടിയുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കാതെ എങ്ങനെയെല്ലാം പോക്സോ കേസിന് ഇതിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെയാണ് സ്കൂളുകൾക്ക് കൊടുത്തിട്ടുള്ള ഡയറക്ഷൻസിൽ പറയുന്നത്. മറ്റൊന്ന് 0 ടോളറൻസ് പോളിസിയാണ്. ഇനി മറ്റൊന്ന് സംസ്ഥാനങ്ങൾക്ക് അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഈ ഗൈഡ് ലൈൻസിൽ മാറ്റം വരുത്താനുള്ള ഒരു ലിബേർട്ടി കൂടി ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വരുന്ന 2 ആർട്ടിക്കിളുകളും നമ്മുടെ നാഷണൽ സ്പേസ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. ആ സ്പേസ് ഡേയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. സ്പേസ് സെക്ടർ കോൺട്രിബ്യൂട്ടഡ് ₹20,000 crore ടു ഇന്ത്യാസ് GDP ഓവർ ദ ലാസ്റ്റ് ഡീക്കേഡ്. നമുക്ക് സിലബസിൽ പേപ്പർ 3 അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യൻസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്. ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് മെയിൻസിലൊക്കെ ആൻസർ എഴുതാൻ പറ്റിയ ഒരു ഡാറ്റയാണ്. ഇന്ത്യയുടെ സ്പേസ് സെക്ടർ കോടി രൂപയാണ് GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഇന്ത്യയുടെ സ്പേസ് സെക്ടർ 96,000 ജോബാണ് സ്പേസ് സെക്ടർ വഴി ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി സ്പേസ് സെക്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, സ്പേസ് സെക്ടറിൽ ചിലവാക്കുന്ന ഓരോ ഡോളറും നമുക്കതിൻ്റെ മൾട്ടിപ്ലയർ എഫക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. 2.5% മോർ പ്രൊഡക്ടിവിറ്റി നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതുമാണ്. ഇനി ഇന്ത്യയുടെ സ്പേസ് സെക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്, 2,000 കോടി രൂപയാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 96,000 ജോബ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ ഡോളറിനും അതിൻ്റെ മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന് പറയുന്നത് $2.54 ആണ്. ഇനി ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ സ്പേസ് ഡേയിലാണ് ഈ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ സ്പേസ് സെക്ടറിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്തതും സ്പേസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടൊരു ആർട്ടിക്കിളാണ്. നോ ഇമ്മീഡിയറ്റ് നീഡ് ടു കൊളാബറേറ്റ് വിത്ത് ചൈന ഓൺ സ്പേസ്. അതായത് ചൈന, അവർക്ക് ചില സ്പേസ് അച്ചീവ്മെൻറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇന്ത്യക്ക് അവരുമായി കൊളാബറേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല. നമ്മൾ സെൽഫ് റിലയൻ്റ് ആണ്. നമ്മൾക്ക് നിലവിൽ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ് എന്നുള്ള സൂചനയാണ്
ISROയുടെ ചെയർമാൻ തന്നിരിക്കുന്നത്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ചൈന അവരുടെ ചാങ്സെ മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ, ആ മിഷനിലൂടെ അവർ ലൂണാർ സാമ്പിൾസിനെ കൊണ്ടുവന്നു. എന്നിട്ട് അവർ പല ഭാഗത്തുള്ള സയൻറ്റിസ്റ്റുകളെ ക്ഷണിക്കുകയാണ്, നിങ്ങൾ വന്ന് പഠിക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇന്ത്യ പറയാണ്, നിലവിൽ നമുക്ക് അത്തരത്തിൽ നമ്മൾ തന്നെ സ്വയം പോയിട്ട് നമ്മൾ കൊണ്ടുവരും എന്നുള്ള ഒപ്റ്റിമിസമാണ് നാഷണൽ സ്പേസ് ഡേയിൽ ISRO മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ചില മിഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ചന്ദ്രയാൻ 4 മിഷൻ അറിഞ്ഞിരിക്കണേ. SSC PSC ആരാണെങ്കിലും അറിഞ്ഞിരിക്കണം. എന്താണ് നമ്മുടെ ചന്ദ്രയാൻ 4 മിഷൻ്റെത്? അതെ, മൂണിലെ പോയിട്ട് ലൂണാർ സോയിൽ സാമ്പിൾസ് കൊണ്ടുവരിക. നമ്മൾ പറയുന്നത് നമ്മൾക്കൊരു മിഷൻ വരാൻ പോവുകയാണ് 2030 ആകുമ്പോഴേക്ക്. അതുകൊണ്ട് ചൈനയുടെ മിഷനിൽ നിന്ന് പഠിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല എന്നാണ് ഇതിലൂടെ പറയുന്നത്. പിന്നീട് അടുത്തൊരു ആർട്ടിക്കിൾ വരുന്നത് ആനുവൽ അക്യൂസേഷൻ ഓഫ് ബോർഡ് എക്സാം മാർക്ക് ഇൻഫ്ലേഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ വലിയൊരു ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സ്കൂളുകൾ അവരുടെ മാർക്ക്, അവരുടെ വിന്നിങ് പേഴ്സൻറ്റേജ് കാണിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴായിട്ട് ഈ പറയുന്ന എക്സാമിനേഷനിൽ വലിയ രീതിയിൽ മാർക്കുകൾ കൂട്ടിയിട്ട് കൊടുക്കുകയാണ്. ചില സംസ്ഥാനങ്ങൾ സ്കൂളുകൾ അല്ലെങ്കിലും അവിടുത്തെ സ്റ്റേറ്റ് ബോർഡ് തന്നെ മാർക്കുകൾ കൂട്ടിയിട്ട് കൊടുക്കുകയാണ്. ഇതുകൊണ്ടുണ്ടാവുന്നത്, ഈ മാർക്ക് ഇൻഫ്ലേഷൻ കൊണ്ടുണ്ടാവുന്നത് എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കുറയുകയാണ്. അവർ കോമ്പറ്റീറ്റീവ് അല്ലാതായി മാറുകയാണ്. കാരണം അവർ ആ സ്റ്റേജിന് പുറത്തേക്ക് പോയിട്ട് അവർ ഒരു നാഷണൽ ലെവലിൽ കോമ്പീറ്റ് ചെയ്യുമ്പോൾ അവർ പുറത്തേക്ക് പോവുകയാണ്. അതിനെക്കുറിച്ചാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഈ ആർട്ടിക്കിളിൽ സജഷൻസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിംഗ് കൃത്യമായിട്ടുള്ളൊരു ഗൈഡ് ലൈൻസിൽ ചെയ്യുക. മാർക്കിംഗ് സിസ്റ്റം ഒരിക്കലും സബ്ജക്റ്റീവായി പോകരുത്. പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ, ഇപ്പോൾ ടീച്ചർ നോക്കുകയാണ്, ടീച്ചറുടെ സ്കൂളിലെ കുട്ടികളാണെന്നറിയാം, പക്ഷേ അവിടെ ഈ കുട്ടികളെ കോമ്പറ്റീറ്റീവ് ആക്കണം എന്നായിരിക്കണം ആ ടീച്ചർ ഉദ്ദേശിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ മാർക്ക് ഇൻഫ്ലേഷൻ അതാണ് അതിൻ്റെ വാക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇങ്ങനെ ടെക്നിക്കൽ ടേംസുകൾ ഞാൻ തരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാണ്. അടുത്ത ആർട്ടിക്കിൾ നമ്മുടെ റഷ്യ ഉക്രൈൻ. ഞാൻ ആദ്യം പറഞ്ഞു, ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ ഞാൻ എടുക്കുന്നത് ഒരു മിഡിൽ സ്റ്റാൻഡ് അല്ല. അതിനേക്കാൾ ഇന്ത്യ എടുക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ സൈഡാണ്, നോട്ട് ടേക്കിംഗ് സൈഡ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. അപ്പോൾ ഇവിടെ ഈ ഒരു വിസിറ്റിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. ഉക്രൈന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു പ്രൈം മിനിസ്റ്റർ പോകുന്നത്. ഈ വിസിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ അഗ്രികൾച്ചർ മേഖല, കൾച്ചർ, മെഡിക്കൽ പ്രൊഡക്റ്റ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, ഇതിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഗ്ലോബൽ സൗത്തിലെ ഒരു ലീഡർ എന്നുള്ള നിലക്ക് ഇന്ത്യക്ക് റഷ്യ ഉക്രൈൻ ക്രൈസിസിൽ ഇടപെടാൻ പറ്റുമെന്നാണ് ഉക്രൈൻ്റെ പ്രസിഡൻറ്റ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ആർട്ടിക്കിളിൽ പറഞ്ഞു, ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഓയിൽ പർച്ചേസിനെ കുറക്കുകയാണെങ്കിൽ, അതിൽ നിന്നുള്ള ഇൻകം കുറയുകയാണെങ്കിൽ ഈ വാർ ഇക്കോണമി, റഷ്യ ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് വാങ്ങുകയും ആ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈനെ തളർക്കുന്നതും തകർത്തുന്നതും തടയാൻ വേണ്ടി സാധിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഇനി അടുത്തൊരു ആർട്ടിക്കിൾ, ദ റോഡ് ടു 2047 ഫോർ ഇന്ത്യാസ് അഗ്രികൾച്ചർ. GS3 മെയിൻസിൽ നമുക്ക് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഭാഗത്തേക്കാണ് നമുക്കത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ 2047 ആകുമ്പോഴേക്ക് നമ്മളൊരു ഡെവലപ്ഡ് നേഷൻ ആവും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഡെവലപ്ഡ് നേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സെക്ടർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടറാണ്. ഇനി അഗ്രികൾച്ചർ സെക്ടറിൽ ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട സ്കീമുകളെ ഇവിടെ പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ നോട്ടുകൾ നിങ്ങൾ എടുത്തു വെക്കാം. അതിലൊന്നാണ് എന്തിനു ഈ സ്കീമുകൾ ഉപയോഗിക്കുന്നു. കാരണം അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രയോറിറ്റി ഏരിയയാണ്. ആദ്യത്തെ സ്കീം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറിഗേഷൻ, വാട്ടർ യൂസ് എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടാണ്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, ക്രോപ്പ് ലോസസ് മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷണം കൊടുക്കാനുള്ള ക്രോപ്പ് ലോസുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് ആണ്. ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് ഇനാം, ഇത് ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമാണ്, ഒരു മാർക്കറ്റാണ്, ഇലക്ട്രോണിക്കലി ഉള്ള ഒരു മാർക്കറ്റാണ്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രിബ്യൂഷൻ എത്രമാത്രം അഗ്രികൾച്ചർ ഇക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നിരുന്നാലും എത്രമാത്രം പൊട്ടൻഷ്യൽ ഇനിയും ബാക്കിയുണ്ട്.
അതിൽ നമ്മൾ ഏകദേശം, ഇതൊക്കെ നല്ല ഡാറ്റകളാണ്, നിങ്ങൾക്ക് മെയിൻ ആൻസറിലൊക്കെ എഴുതാൻ പറ്റിയത്, 46% വർക്ക് ഫോഴ്സ് അഗ്രികൾച്ചറിൽ നിന്നാണ്. 18% GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നാണ്. ഓവറോൾ GDP ഗ്രോത്തിൽ അഗ്രികൾച്ചറിൻ്റെ GDP ഗ്രോത്ത് വളരെ കുറവാണ്. ഇനി ഈ അഗ്രികൾച്ചർ എന്തുകൊണ്ട് മെച്ചപ്പെടണം, എന്തുകൊണ്ട് അത് ബൂം ചെയ്യണം? പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1.5 ബില്യണിലേക്ക് 2030 ആക്കുമ്പോഴേക്ക് എത്തുമെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ അതേസമയം അവർക്ക് വേണ്ട ഫുഡ് ഡിമാൻഡ് ഏകദേശം 2.85% ആനുവലി ഇമ്പ്രൂവ് ചെയ്യുന്നുമുണ്ട്. ഇനി ഫ്യൂച്ചറിൽ നമ്മൾ കാണുന്ന കുറച്ച് ചലഞ്ചാണ് 2047 ആകുമ്പോഴേക്ക് നമ്മളുടെ GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 7 to 8% ആയിട്ട് കുറയും. ഇനി ഇവിടെയും കുറച്ച് സ്കീമുകൾ, ഈ ആർട്ടിക്കിളിൽ പറയുന്ന സ്കീമുകൾ, അതൊക്കെ പ്രധാനപ്പെട്ട സ്കീമുകളാണ്. ആ സ്കീമുകൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? മെയിൻസിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സ്കീമുകൾ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ സ്കീമുകൾ അറിഞ്ഞിരിക്കുക. PSC SSCക്ക് ആണെങ്കിലും ഈ സ്കീം എന്തിനുള്ള സ്കീമാണെന്ന് ചോദിക്കാം, അതിൻ്റെ ഒബ്ജക്റ്റീവ് ചോദിക്കാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, ഈ സ്കീമെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. സോയിൽ ഹെൽത്ത് കാർഡ്, സോയിൽ ന്യൂട്രിയൻറ്റുമായി ബന്ധപ്പെട്ട് കർഷകരെ അവബോധമാക്കുന്നതാണ്. ഇന്ത്യ കൊണ്ടുവന്ന ഒരു ഇനീഷ്യേറ്റീവാണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്, ന്യൂട്രീഷ്യസ് കോഴ്സ് ഗ്രെയിൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, പോസ്റ്റ് ഹാർവസ്റ്റ്, അതായത് പോസ്റ്റ് ഹാർവസ്റ്റിൽ നേരിടുന്ന ചാലഞ്ച് എന്താണ്? അത് സ്റ്റോറേജ് ചെയ്യാനും, അത് സ്റ്റോറേജ് ചെയ്യാനുള്ള ഫെസിലിറ്റി പലപ്പോഴും ഇല്ലാതാകുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? അതെ, നമ്മൾ എടുത്ത അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് നഷ്ടപ്പെട്ടു പോകാനും അത് ഡീഗ്രേഡ് പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് സ്വാംവിത ഇനീഷ്യേറ്റീവ്, അതായത് ഓണർഷിപ്പ് പ്രോപ്പർട്ടീസിലുള്ള ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്കീമുകൾ, ഒരുപാട് സ്കീമുകൾ നമ്മൾ ഈ ആർട്ടിക്കിളിൽ പറഞ്ഞു, ഡാറ്റകൾ പറഞ്ഞു, എന്തൊക്കെയാണ് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഡാറ്റ, എന്തൊക്കെയാണ് ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ കാണുന്നത്, അതുപോലെ എന്തൊക്കെയാണ് ചലഞ്ചസ് കാണുന്നത്. അടുത്ത ഒരു ആർട്ടിക്കിൾ ചൈനയുമായി ബന്ധപ്പെട്ടിട്ട് എക്കണോമിയിൽ നിന്ന് വരുന്ന ഒന്നാണ്. നമ്മൾക്ക് ചൈനയുമായിട്ട് ഇതാ ഒരു ട്രേഡ് ഡെഫിസിറ്റ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജസ്റ്റ് നമ്മൾ ഈ ട്രെൻഡ് മനസ്സിലാക്കിയാൽ മതി. ആൻഡ് US ആണ് ഇന്ത്യയുടെ ഈ ജനുവരി ടു ജൂൺ ഈ 6 മാസത്തിൻ്റെ ഉള്ളിലുള്ള ട്രെൻഡാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് മാറാം, പക്ഷേ ഈ ട്രെൻഡ് മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് പല പരീക്ഷകൾക്കും നമ്മൾക്കൊരു ഒരു ഒരു ഇപ്പോൾ ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടാൻ നമ്മൾ ഒരുപാട് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചൈനയുമായി നമുക്കൊരു ട്രേഡ് ഡെഫിസിറ്റ് വന്നിരിക്കുന്നു. അതേസമയം തന്നെ US ഇന്ത്യയുടെ എമർജിങ് പാർട്ട്ണറായിട്ട്, ഇന്ത്യയുടെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറായിട്ട് മാറിയിരിക്കുന്നു. ഇനി അടുത്തതും ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള വാർത്തയാണ്. നമുക്ക് PSC SSC പരീക്ഷകൾക്ക് ഒക്കെ നമുക്കിതിൽ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. ചോദ്യം ഇങ്ങനെയായിരിക്കും വരിക: ലോകത്തിൽ രണ്ടാമത്തെ ലാർജസ്റ്റ് ഡയമണ്ട് കണ്ടെത്തിയ രാജ്യമേതാണ്? ശ്രദ്ധിക്കുക, ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഡയമണ്ട് കണ്ടെത്തിയ രാജ്യം ബോട്സ്വാനയാണ്. ബോട്സ്വാന മറക്കരുത്, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് താഴെ. ഓക്കെ, പക്ഷേ UPSCക്കും ചോദ്യങ്ങൾ വരാം. ഇപ്പോൾ നമുക്കറിയാം UPSCയിലൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് തരുന്നത്. അപ്പോൾ ആദ്യം ഇത് വേണമെങ്കിൽ തരാം. ബോട്സ്വാന ഡിസ്കവേഴ്സ് ദ വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ഡയമണ്ട്. എന്നിട്ട് എന്തുകൊണ്ടായിരിക്കാം അത് ബോട്സ്വാനയിൽ നിന്ന് കണ്ടെത്തിയത്? അപ്പോൾ ബോട്സ്വാനയുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സൊക്കെ ഇതിന് കാരണമാകാം, അല്ലെങ്കിൽ വാട്ട് എവർ മേ ബി ദ റീസൺ. അപ്പോൾ ഇത് എല്ലാ പരീക്ഷയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. SSC PSC RRB CUETകാർക്കും ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ ABCD രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു ആർട്ടിക്കിൾ UPSCക്ക് അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഒരു ഗ്ലോബൽ ഓർഡറിൽ നടക്കുന്ന ഇവൻസിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവേണ്ടത് നിങ്ങളെ ഇൻ്റർവ്യൂവിലൊക്കെ, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സയൻസ്, ഇൻ്റർനാഷണൽ റിലേഷൻസ് ഒക്കെ ഓപ്ഷൻസ് എടുക്കുന്ന കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് പസഫിക് ലീഡേഴ്സ്, ഈ പസഫിക് ഓഷ്യൻ എന്ന് പറഞ്ഞാൽ പസഫിക് ഏരിയ, പസഫിക് ഐലൻഡ്, ഈ ഭാഗങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലോബൽ ഓർഡറിൽ കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യാൻ പ്രാപ്തമുള്ള ഒരു ഏരിയയാണ്. ഇവരുടെ ഒരു മീറ്റിംഗ് നടന്നു. പസഫിക് ഐലൻഡ് ലീഡേഴ്സ് ഗ്യാദേഴ്സ് ഫോർ എ കീ സമ്മിറ്റ് ഇൻ ദ ടോങ്കോയിലാണ് നടന്നത്. അപ്പോൾ ഈ സമ്മിറ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ ഉൾത്തിരിഞ്ഞ് വന്നിട്ടുള്ള ചില സജഷൻസാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഈ ഇതിൽ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. പ്രധാനമായിട്ടും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ ഏരിയയിൽ US-ഉം ചൈനയും തമ്മിൽ പവറിന് വേണ്ടിയിട്ടുള്ള കുറേ ടെൻഷൻസ് നടക്കുന്നുണ്ട്. അത് ആദ്യം നിർത്തണമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം,
ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. COP31 ഹോസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം ഓസ്ട്രേലിയ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഈ സമ്മിറ്റിൽ പറഞ്ഞു. പക്ഷേ ഓസ്ട്രേലിയയോട് കൃത്യമായിട്ട് നിങ്ങളുടെ കാർബൺ എമിഷൻസ് കുറക്കണം, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് പറയാൻ കാരണം നമ്മൾ ഈ ഗ്ലോബൽ ഓർഡർ എങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ പസഫിക് ഏരിയയിൽ ഇതൊരു ടെൻഷനാണ്. ചൈനയും അമേരിക്കയും അവരുടെ പവറിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമ്മിറ്റിൽ തന്നെ ചില ഭാഗത്ത് നിന്ന് സജഷൻസ് വന്നിട്ടുണ്ട്. ചൈന അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് എക്സ്പാൻഡ് ചെയ്ത് മറ്റ് രാജ്യങ്ങളിൽ അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടുവരികയാണെന്നൊക്കെ. അപ്പോൾ ഇതാണ് ഈ ആർട്ടിക്കിളിനെ കുറിച്ച് അറിയാനുള്ളത്. സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ എല്ലാ ആർട്ടിക്കിളും ഒരുവിധം PSCക്കും SSCക്കും UPSCക്കും, ഇനി അതൊന്നും അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ വളരെ മിനിമലായ ഭാഷയിൽ ഏറ്റവും ആപ്റ്റായ കണ്ടൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ, ഈ ഇനീഷ്യേറ്റീവ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, ഈ ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ചാനൽ ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനൽ ഷെയർ ചെയ്യുക. ആൻഡ് ഡിയർ സ്റ്റുഡൻസ്, ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് UPSC അടക്കമുള്ള മത്സര പരീക്ഷകൾക്ക് മെൻറ്റർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസോ മെൻറ്റർഷിപ്പോ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് ടു ദിസ് നമ്പർ or you can drop me a mail. So this is me signing out from today's discussion of Newspap from my classes. See you tomorrow. Happy learning, enjoy learning and stay happy. Bye bye.